ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ശുഭവാർത്തയായിട്ടാണ് ആരംഭിക്കുന്നത്. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് ഒരു ഇടവേള വന്നിരിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് ഒരു കരുത്ത് വരികയാണ്. ഇതോടുകൂടി എണ്ണവിലയിൽ ഒരു ഇടിവ് വന്നിരിക്കുന്നു. വാരാന്ത്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ താൽക്കാലിക ഇടവേള ഉണ്ടായതിനെ തുടർന്ന് ഞായറാഴ്ച രാത്രി US ഫ്യൂച്ചേഴ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. അതേസമയം ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സിൽ ഒരു ഇടിവും കാണാൻ കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ അവസരം നൽകുന്നതിനായി ഇറാനെതിരായ ആക്രമണം തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ രാത്രിയും താൽക്കാലികമായി നിർത്തിവെച്ചതായി US അമേരിക്കൻ അംബാസിഡർ മൈക്ക് വാൾസൺ അറിയിച്ചു. അതേസമയം തന്നെ ഇറാൻ പ്രതികാര നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇറാൻ സൈനിക വക്താവും അറിയിച്ചു. US ഇറാൻ ആക്രമണങ്ങൾ നിർത്തിവെച്ചതോടെ എണ്ണവില കുത്തനെ ഇടിയുകയുണ്ടായി. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബ്രണ്ട് ക്രൂഡ് വില ഏകദേശം 5% ഇടിഞ്ഞ് ബാരലിന് $91 ഇപ്പോൾ എത്തി നിൽക്കുന്നത്. WTI ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് 5% തന്നെ ഇടിവിൽ $84 ട്രേഡ് ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സും കൂടാതെ ഏഷ്യൻ വിപണികളിലേക്കും നമുക്ക് വന്നു കഴിഞ്ഞാൽ US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നല്ല നേട്ടത്തിലാണ്. S&P 500 0.8% നേട്ടത്തിൽ നിൽക്കുമ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 1% മുകളിൽ, റസൽ 2000 1% മുകളിൽ നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ S&P വിക്സ് ഇപ്പോൾ 6% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച US വിപണികൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.46% ഉയർന്നു. S&P 500 ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യൻ വിപണികളിലേക്കാണ്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് 2.25% ഇടിവാണ് ഉണ്ടാക്കിയത്. അതായത് കഴിഞ്ഞ ഒരു 6 ആഴ്ചയായിട്ടുണ്ടാക്കിയ നേട്ടം ഒറ്റയടിക്ക് ഇല്ലാതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.56% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.35% നേട്ടത്തിലും. കൂടാതെ ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,940 എന്ന നിലയിൽ 112 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് 130 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കണ്ടന്റ്സ് ആണ് എല്ലാ ദിവസവും നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. FIS നിഫ്റ്റി 50യിൽ സ്റ്റേക്ക് ഉയർത്തിയ 13 കമ്പനികളെ കുറിച്ചും US നിന്നും താരിഫ് ഇളവ് ലഭിച്ചിരിക്കുന്ന ചില സെക്ടറുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഈ കമ്പനികളെല്ലാം ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും. ആ പറയുന്ന സെക്ടറുകളും സ്റ്റോക്കുകളും ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് നോക്കാം. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം 2026 ജൂൺ പാദത്തിൽ Q1 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നിഫ്റ്റി 50യിലെ 50 കമ്പനികളിൽ 37 കമ്പനികളിൽ 74% അവരുടെ ഓഹരി വിഹിതം കുറച്ചതായി. FIS സ്റ്റേക്ക് കുറച്ച 37 കമ്പനികൾ ഏതൊക്കെയാണെന്നും FIS സ്റ്റേക്ക് ഉയർത്തിയ 13 കമ്പനികൾ ഏതൊക്കെയാണെന്നും നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. 18 കമ്പനികളിൽ 1% മുകളിൽ 3.61% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 19 കമ്പനികളിൽ 1% താഴെയുള്ള ഒരു കുറവും FIS വരുത്തിയിരിക്കുന്നു. 13 കമ്പനികളിൽ FISന്റെ വിഹിതം വർദ്ധിപ്പിച്ചതായി നമ്മൾ പറഞ്ഞു. പരമാവധി 9.59% വർധനമാണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ കൂടുതൽ ഇടിവുണ്ടായ സ്റ്റോക്കുകളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. FISന്റെ വിഹിതം കൂടുതലായി കുറച്ച കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യം മാക്സ് ഹെൽത്ത് കെയർ 3.61% ഇടിവാണ്, കുറവാണ് വന്നിരിക്കുന്നത്. എറ്റേണൽ 3.41% കുറവ്. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ 3.25% കുറവ്. സിപ്ല എന്ന കമ്പനിയിൽ 2.34% കുറവ്. അദാനി എൻ്റർപ്രൈസ് 2%. HDFC ബാങ്ക് 1.90%. ഭാരത് ഇലക്ട്രോണിക്സ് 1.48%. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.43%. ഇനി FIS അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച 13 കമ്പനികൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ലാർസൻ ടുബ്രോ, കൊടാക് മഹീന്ദ്ര ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ് തുടങ്ങിയവയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് അത്ര ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നില്ല. എന്നിരുന്നാൽ കൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ തുടരുന്നതിനിടെ അമേരിക്ക ജൂലൈ 24 പുതിയ പ്രാബല്യത്തിൽ വന്ന സെക്ഷൻ 301 പ്രകാരമുള്ള അധിക 10% താരിഫ് സംബന്ധിച്ച് ഇന്ത്യക്ക് ഭാഗിക ആശ്വാസമുണ്ട് എന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഇന്ത്യയുടെ അമേരിക്കയുമായുള്ള കയറ്റുമതിയുടെ ഏകദേശം 45% പുതിയ സെക്ഷൻ 301 അധിക താരിഫിൻ്റെ പരിധിക്ക് പുറത്താണ്.
ശേഷിക്കുന്ന 55% കയറ്റുമതിക്കാണ് 10% അധിക താരിഫിൻ്റെ ബാധ്യത വരിക. ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ 10% താരിഫ് വരാത്ത സെക്ടറുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനറിക് മരുന്നുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ്. സെക്ഷൻ 232 പ്രകാരമുള്ള നേരത്തെ തന്നെ ഉൾപ്പെട്ടിരുന്ന സ്റ്റീൽ, അലുമിനിയം, ഓട്ടോ പാർട്സ് എന്നിവയ്ക്ക് പുതിയ 10% താരിഫ് ബാധകമല്ല. ഏതായാലും ഈ ഒരു വാർത്തയെ തുടർന്ന് സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, ഓറോബിൻഡ ഫാർമ, ലൂപ്പിൻ, സൈഡസ് ലൈഫ് സയൻസ്, ടൊറന്റ് ഫാർമസ്യൂട്ടിക്കൽ, സിപ്ല തുടങ്ങിയ കമ്പനികളും ഇലക്ട്രോണിക് സ്മാർട്ട് ഫോൺ സെക്ടറിലുള്ള കമ്പനികളായിട്ടുള്ള ഡിക്സോൺ ടെക്നോളജീസ്, കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ, PG ഇലക്ട്രോപ്ലാസ്റ്റ്, സിർമ SGS തുടങ്ങിയ കമ്പനികൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള ചില കമ്പനികളാണ്. ഈ കമ്പനികളുടെ പേരൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അടുത്തതായി വെള്ളിയാഴ്ചയാണ് ഇന്ത്യയുടെ PMI ഡാറ്റ പുറത്തു വന്നത്. ഇന്ത്യയുടെ സ്വകാര്യ മേഖലയുടെ വളർച്ച 4 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വകാര്യ മേഖലയുടെ വളർച്ച, അതായത് ജൂലൈ പാദത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും മന്ദഗതിയിലായിട്ടാണ് എന്നാണ് S&P ഗ്ലോബൽ പുറത്തിറക്കിയ ഫ്ലാഷ് PMI റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കോമ്പോസിറ്റ് PMI ജൂൺ മാസത്തിൽ 57.1% നിന്ന് ജൂലൈ മാസത്തിലേക്ക് വന്നപ്പോൾ 54.3% താഴ്ന്നിരിക്കുന്നത്. ഇത് 2022 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്ക് കൂടിയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്നത്. അസംസ്കൃത വസ്തുക്കൾ, ഇന്ധനം, തൊഴിൽ, ഗതാഗതം എന്നിവയുടെ ചെലവ് ഉയർന്നു. ചില പോസിറ്റീവായിട്ടുള്ള സൂചനകൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഓർഡറുകൾ ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളർച്ചയുടെ വേഗത ഏകദേശം 4-4.5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലായി എന്നത് മാത്രമാണ് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായി പറയാനുള്ളത്. ഇനി PMI ഇപ്പോഴും 50-ന് മുകളിലാണ് എന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വരാം. സ്പോട്ട് ഗോൾഡ് ഇന്ന് ഏകദേശം 0.7% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,06,280 എന്ന നിലയിലായിരുന്നു. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ Q1 റിസൾട്ടുകളാണ്. ഒത്തിരിയേറെ കമ്പനികളുടെ റിസൾട്ട് വന്നൊരു ദിവസമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലായിട്ടും കൂടാതെ ശനിയാഴ്ചയും ധാരാളം കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വന്നു. അതിൽ തന്നെ ആദ്യം NTPC എന്ന കമ്പനിയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 11.9% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5,342.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 3% വർധനവ്, 43,831.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ് അടുത്തത്. നെറ്റ് പ്രോഫിറ്റിൽ 27.8% നല്ല ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. 427 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് പുറത്തു വന്നിരിക്കുന്നത്. റവന്യൂവിൽ 11.9% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 5,348.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ 16% വർധനവ് വന്നിരിക്കുന്നു. അടുത്തത് ജിൻഡാൽ സ്റ്റീൽ എന്ന കമ്പനിയാണ്. പക്ഷേ വലിയ ഇടിവ് തന്നെയാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. പ്രോഫിറ്റിൽ 43.6% ഇടിവ് രേഖപ്പെടുത്തി. 843.9 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 25.9% വർധനവ് വന്നിരിക്കുന്നു. 15,482.1 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹയർ എക്സ്പെൻസ് ആണ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഇത്ര അധികം ഇടിയാൻ കാരണമായത്. അടുത്തത് REC എന്ന കമ്പനി. Q1 പ്രോഫിറ്റിൽ 6.1% ഇടിവാണ് വന്നിരിക്കുന്നത്. 4,192.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 3.6% ഇടിവ് വന്നിരിക്കുന്നു. 5,453 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസിൽ പ്രോഫിറ്റിൽ 19.5% വർധനവ് വന്നിരിക്കുന്നു. 664.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 0.25% ഇടിവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി ബാങ്ക് ഓഫ് ബറോഡയാണ്. നെറ്റ് പ്രോഫിറ്റിൽ വലിയ ഇടിവാണ്. 71.9% ഇടിവ് രേഖപ്പെടുത്തി. 1,278.4 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് പുറത്തു വന്നിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 9.5% വർധനവ് വന്നപ്പോൾ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 67.3% ഇടിവുമാണ് വന്നിരിക്കുന്നത്. അടുത്തതായി മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ ചില കമ്പനികൾ നോക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോഫിറ്റിൽ 36.2% വർധനവ് വന്നിരിക്കുന്നു. 3,067.9 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് വന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 12.6% വർധനവ്, 6,832.5 കോടി രൂപയിലാണ്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 12% ഇടിവും വന്നിരിക്കുന്നു. ഗ്രോസ് NPA ഇടിഞ്ഞിരിക്കുന്നത് 1.81%. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 1.98% മറ്റൊരു മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ ഒരു കമ്പനി IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. പ്രോഫിറ്റിൽ 132.4% വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നു. 1,075 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 21.1% വർധനവ് 5,972.4 കോടി രൂപയിലാണ്. ഇനി പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ ഇടിവ് തന്നെയാണ്. വളരെ നല്ല കാര്യമാണ്. 31% ഇടിവാണ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കമ്പനി AU സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. പ്രോഫിറ്റിൽ 37% വർധനവ് 796 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 31.8% വർധനവ് വന്നപ്പോൾ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 30.3% ഇടിവ് വന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യമായി കാണാം. DCB ബാങ്കാണ് അടുത്തത്. പ്രോഫിറ്റിൽ 35.6% വർധനവും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 17.8% വർധനവും. പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, BBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.